ലോകം ഇന്നുവരെ കാണാത്ത ഒരു വലിയ മാറ്റത്തിനാണ് ഇപ്പോൾ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ലോകത്തിനു മേൽ സ്ഥാപിച്ച ആധിപത്യം ഓരോ ദിവസവും തകർന്നു വീഴുകയാണ്. ഇറാൻ ഇന്ന് നടത്തുന്ന പ്രതിരോധം കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തിന് മേലടിക്കുന്ന അവസാനത്തെ ആണിയാണ്. ഏഷ്യൻ ശക്തികളുടെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വളർച്ചയും ഇറാന്റെ പോരാട്ട വീര്യവും ഒന്നിക്കുമ്പോൾ ലോകത്തിന്റെ നിയന്ത്രണം അമേരിക്കയിൽ നിന്നും കിഴക്കോട്ട് മാറുകയാണ്. സ്വന്തം അധികാരം നഷ്ടപ്പെടുമെന്ന പേടിയിൽ അമേരിക്കൻ ഭരണകൂടം ഇന്ന് പരിഭ്രാന്തിയിലാണ്. ഇറാനിലും യുക്രൈനിലും വെനസ്വേലയിലുമെല്ലാം അമേരിക്ക ഇന്ന് നടത്തുന്ന ഇടപെടലുകൾ തങ്ങളുടെ പഴയ അധികാരം നിലനിർത്താനുള്ള വെപ്രാളം മാത്രമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ലോകത്തെ മുഴുവൻ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ആ തന്ത്രങ്ങളെല്ലാം ഇന്ന് ഇറാന്റെ പേർഷ്യൻ കരുത്തിനു മുന്നിൽ നിഷ്പ്രഭമാവുകയാണ്. അമേരിക്കയുടെ കൃത്രിമമായ ആ വിലാസം ഇന്ന് ലോകത്തിന് മുന്നിൽ തകർന്നടിയുന്നു. അമേരിക്ക ലോകത്തിന് വേണ്ടി എന്ന് പറഞ്ഞുണ്ടാക്കിയ പല നിയമങ്ങളും യഥാർത്ഥത്തിൽ അവരെ മാത്രം സഹായിക്കാനുള്ളതായിരുന്നു. എന്നാൽ ഇന്ത്യയും ചൈനയും ഇതേ നിയമങ്ങൾ ഉപയോഗിച്ച് വളരാൻ തുടങ്ങിയതോടെ തങ്ങൾ പണ്ട് പയറ്റിയ തന്ത്രങ്ങൾ ഇനി നടക്കില്ലെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. ഇതോടെ പഴയ കൊളോണിയൽ നയങ്ങളിലേക്ക് മടങ്ങാനാണ് ട്രംപിനെ പോലുള്ളവർ ശ്രമിക്കുന്നത്. ലോകത്തെ കൊള്ളയടിച്ച പഴയ സാമ്രാജ്യത്വ ബുദ്ധി തന്നെയാണ് ഇന്നും അവർ ഇറാനെതിരെ പ്രയോഗിക്കാൻ നോക്കുന്നത്. പക്ഷെ പഴയതുപോലെ ഇനി കാര്യങ്ങൾ നടക്കില്ല. മിൻഹാസ് മർച്ചന്റ് തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് പോലെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ വലിയ ആശയങ്ങളുടെ പേരിലല്ല വളർന്നത്, മറിച്ച് ശാസ്ത്രത്തെയും അടിമത്തത്തെയും ചൂഷണം ചെയ്തതാണ്. നൂറ്റാണ്ടുകളോളം ഏഷ്യയും ആഫ്രിക്കയും വെറും അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രങ്ങളായി കണ്ട യൂറോപ്പിന്റെ തനിനിറമെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ചൂഷണത്തിന് നേരെ വിരൽ ചൂണ്ടി നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന ഇറാന്റെ നിലപാട് പശ്ചിമേഷ്യൻ വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവരുന്നത്. അമേരിക്ക എത്രത്തോളം ബലപ്രയോഗം നടത്തുന്നുവോ അത്രത്തോളം അവരുടെ ബലഹീനതയാണ് പുറത്തു വരുന്നത്. ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ അമേരിക്ക വിഭാവനം ചെയ്ത ലോകസമാധാനം എന്നത് വെറും നാട്യമാണെന്ന് തെളിയുകയാണ്. ലോകം ഇനി ഒരിക്കലും അമേരിക്കയുടെ വിരൽത്തുമ്പിൽ ഒതുങ്ങില്ലെന്ന് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഇത് 21ാം നൂറ്റാണ്ടിലെ അധികാര കൈമാറ്റത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അമേരിക്കൻ ശൈലികൾ പിന്തുടരാതെ തന്നെ ഇന്ത്യ വളരുന്നത് കണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ അമ്പരപ്പിലാണ്. മറ്റൊരു രാജ്യത്തെയും കീഴടക്കാതെയും ചൂഷണം ചെയ്യാതെയും തനതായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചാണ് ഇന്ത്യ മുന്നേറുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ പണ്ട് പയറ്റിയ കുടിലതന്ത്രങ്ങളൊന്നും തന്നെ ഇന്ത്യ ഉപയോഗിക്കുന്നില്ല. ലോക ചരിത്രത്തിൽ ഇത്രയും സത്യസന്ധമായ ഒരു വളർച്ച ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. 2030 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഒരു യൂറോപ്യൻ രാജ്യം പോലും ഉണ്ടാകില്ല എന്നത് പാശ്ചാത്യർക്ക് വലിയ തിരിച്ചടിയാണ്. ചൈനയും ഇന്ത്യയും ലോകത്തെ നയിക്കുന്ന കാലം വരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മേലുള്ള അമേരിക്കയുടെ ആധിപത്യം അവസാനിക്കുകയും ഏഷ്യൻ രാജ്യങ്ങൾ കടലിലും കരയിലും കരുത്തരാവുകയും ചെയ്യുമ്പോൾ ഇറാനെതിരെയുള്ള നീക്കങ്ങൾ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയുള്ളൂ. അമേരിക്ക ഇനിയെങ്കിലും തങ്ങളുടെ റാംബോ പരിവേഷം ഉപേക്ഷിക്കണം. ഇന്ത്യയെ ഒരു താഴ്ന്ന പങ്കാളിയായി കാണുന്ന നയം തിരുത്തണം. ഏഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ അമേരിക്കയ്ക്ക് ഒരു നിമിഷം പോലും നിലനിൽപ്പില്ല. ഇറാന്റെ കരുത്തും ഇന്ത്യയുടെ വിവേകപൂർണമായ നയതന്ത്രവും ലോകത്തെ മാറ്റിമറിക്കുമ്പോൾ അമേരിക്കൻ അഹങ്കാരത്തിന് ഇനി വിരമിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.